പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി ഇക്ബാൽ കലാ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഗീത സംവിധായകൻ അസീസ് ബാവയെ അനുസ്മരിച്ചു. ഗായകൻ, ഗിറ്റാറിസ്റ്റ്, സംഗീതാധ്യാപകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ കൊച്ചിയുടെ സംഗീത പാരമ്പര്യത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ അസീസ് ബാവയെ മട്ടാഞ്ചേരി ഇക്ബാൽ കലാ സാംസ്കാരിക അക്കാദമി അനുസ്മരിക്കുകയും സ്മരണാഞ്ജലിയും സംഗീതമേളയും സംഘടിപ്പിക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് സിനിമാല പ്രൊഡ്യൂസറും അസീസ് ബാവയുടെ കുടുംബ സുഹൃത്തുമായ ഡയാന സിൽവസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഞങ്ങളിങ്ങനെ അസീസിനെ കുറിച്ച് പറയാം. അത് പറഞ്ഞ ഓർമ്മയുണ്ട്, ഇത് പറഞ്ഞ ഓർമ്മയുണ്ട്, മദർ ഇങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പൊ ഇറ്റാലിയൻ സിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പൊ ഇറ്റാലിയൻ സിസ്റ്റേഴ്സ് ഒക്കെ എന്ത് റെസ്പെക്റ്റോടുകൂടെയാണ് അസീസിനെ കാണുന്നത്. കാരണം അത്ര ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ്. സെക്രട്ടറി പി ഹമീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അസീസ് ബാവ സംഗീത സംവിധാനം നിർവഹിച്ച് അൽക്ക അസ്കർ ആലപിച്ച ഗാനം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പിന്നണി ഗായകരായ അനൂപ് കൃഷ്ണൻ, പ്രകാശ് ബാബു, ജൂനിയർ മെഹബൂബ്, അഷിത പ്രകാശ്, അൽക്ക അസ്കർ, യഹിയ അസീസ്, ഗ്ലാഡ്വിൻ എന്നിവരുടെ ഗാനാലാപനം സദസ്സിനെ ആനന്ദമേകി. വലിയൊരു സംഗീത ആസ്വാദക ഗ്രൂപ്പിലേക്ക് വരികയും ചെയ്തത്. എനിക്ക് തോന്നുന്നു ആദ്യം മ്യൂസിക് ഗ്രൂപ്പുകളുടെ ഒരു പെരുമഴയുണ്ടായ സമയത്ത് ആദ്യം അതിന് തുടക്കമിട്ട ഒരാളാണ് അസീസ്. 2-3 പരിപാടികളും നടന്നിരുന്നു. അതിനുശേഷം വലിയൊരു പരിപാടി ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെ സംസാരിച്ചപ്പോൾ പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വൈസ് പ്രസിഡന്റ് അസ്കർ സ്വാഗതവും ലാൻസൺ ജോസഫ് നന്ദിയും പറഞ്ഞു. അസ്കർ, ഷെരീഫ് മൈത്രി, ഖാദർ, ഗഫൂർ, ഹാഷിം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.